ഹലോ, ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IAS തമ്മിൽ പോരടിക്കുകയാണിപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവും. ചില IAS ഗവൺമെൻറ്റുമായി പല കാരണങ്ങളാൽ അവരുടെ പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നതുണ്ട്, അങ്ങനെ പല കാരണങ്ങളാൽ അവർ ബഹളം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ ബഹളമാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ബ്രിട്ടീഷുകാർ തുടങ്ങുന്നത് കേവലം നാട്ടിൽ വികസനം മാത്രം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഭരണകേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട്, കൊൽക്കത്തയിൽ ഇരുന്നു കൊണ്ട്, ബോംബെയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഇരുന്നു കൊണ്ട്, UK ഇരുന്നു കൊണ്ട് എങ്ങനെ ഭരണത്തെ നിയന്ത്രിച്ചെടുക്കാം, അങ്ങനെ ഒരു ജില്ലയ്ക്ക് ഒരു ഭരണാധികാരി എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ വച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അധികാരമെല്ലാം കൊടുത്ത് വെടിവെക്കാൻ വരെ ഉത്തരവിടാനുള്ള അധികാരമുണ്ട്. വലിയ അധികാരമെല്ലാം കൊടുത്താണ് കളക്ടർമാരുടെ IAS പോസ്റ്റ് വരുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തൊരു സെലിബ്രിറ്റി പോസ്റ്റാണ്. മറ്റ് രാജ്യങ്ങളിലൊന്നും അങ്ങനെ സെലിബ്രിറ്റികളെന്ന് പറയുന്നത്, അവിടുത്തെ സെലിബ്രിറ്റികളെന്ന് പറയുന്നത് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും ശാസ്ത്രജ്ഞന്മാരും, പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് കൂടുതൽ സെലിബ്രിറ്റികളായിട്ട് ആളുകൾ ആദരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അത് പ്രശ്നമല്ല. സെലിബ്രിറ്റികളുടെ മോഡിലാണ് പ്രത്യേകിച്ച് കളക്ടർമാരൊക്കെ പറയുന്നത്. അവർ ഫേസ്ബുക്ക് പോക്ക്, സെൽഫി എടുക്കാൻ ഒക്കെ കളക്ടർമാരൊക്കെ വലിയ താരമാണ് ജില്ലയിൽ. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഒരു അഹങ്കാര സർവീസ് കൂടെയാണ്. ഇന്ത്യൻ അഹങ്കാര സർവീസ് എന്ന് പറയും. പക്ഷേ ഒരിക്കലും ഒരു സീനിയർ IAS ഞാനൊരു 8-9 IAS കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിമാരായി റിട്ടയർ ചെയ്തിട്ടുള്ളവരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലാത്തവരെ വളരെ പ്രസിദ്ധരായവരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, പ്രമുഖരായവരുടെ. അപ്പോൾ അതിലൊരു സീനിയർ IAS ഒരു സാർ എന്നോട് പറഞ്ഞത്, ഇതൊരു അഹങ്കാര സർവീസ് പോലെ ഒരു അടുക്കള സർവീസ് കൂടിയാണ്. തൻ്റെ അഭിപ്രായം ഫയലിൽ എഴുതാതെ തനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ പാദസേവ നടത്തി കള്ളം പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്ന ഒരു അടുക്കള സർവീസ് കൂടെയാണ്. ഇതൊരു ഫ്രണ്ട് ഡോർ സർവീസ് അല്ല. ചിലർക്കെങ്കിലും സർവീസിൽ കയറുന്നത് ഫ്രണ്ട് ഡോർ തന്നെ, ഇൻ്റർവ്യൂയിലൂടെയൊക്കെ കയറും. പക്ഷേ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്ക് ഡോറിലൂടെ മന്ത്രിമാർ വീട്ടിൽ പോകുന്നതായാലും ഇവിടെ അടുക്കള വഴിയേ കയറുള്ളൂ, ഫ്രണ്ട് ഡോർ വഴി കയറി. അങ്ങനെ തമാശ പറയാറുണ്ട്. ഞാൻ അവരാരും സീരിയസ് ആയിട്ട് എടുക്കരുത്. വളരെ തമാശയ്ക്ക് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വോട്ട് ചെയ്തെന്നേ ഉള്ളൂ വീഡിയോ. പക്ഷേ ഒരു IAS ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് IAS മാത്രമല്ല, IPS, IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 25-30 വയസ്സിൽ ഒരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഡെറാഡൂണിൽ കൊണ്ടുപോയി ഒരു പരിശീലനം കഴിഞ്ഞ് വരുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയ ശമ്പളം തരുന്നു, സ്വന്തമായി AC കാർ തരുന്നു, AC ക്യാബിൻ തരുന്നു, ആളുകളെ തരുന്നു, സംവിധാനങ്ങൾ തരുന്നു. എന്തിനാണ്? തമ്മിലടിക്കാനാ? പോരടിക്കാനാ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനാ? അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനാ? ഒന്നുമല്ല. ഈ രാജ്യത്തെ 140 കോടി ദരിദ്ര നാരായണന്മാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റാനുള്ള പദ്ധതികൾ എങ്ങനെ മോണിറ്റർ ചെയ്യും? പുതിയ പദ്ധതിയിൽ എങ്ങനെ വിഷൻ കൊണ്ടുവരും? പുതിയ പദ്ധതികളുടെ വിഷൻ എങ്ങനെ കൊണ്ടുവരും? എങ്ങനെ നടപ്പിലാക്കാനുള്ള സഹായം കൊടുക്കും? എങ്ങനെ മോണിറ്റർ ചെയ്യും? പുതിയ പദ്ധതികൾ എങ്ങനെ നിങ്ങൾക്ക് സ്പീഡിന് കൊണ്ടുവരാൻ പറ്റും? മന്ത്രിമാരുടെ തൊട്ട് താഴെയാണ് നിങ്ങൾ. അവരെ എങ്ങനെ നല്ല കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും? ഫയലിലൂടെ അവരെ എങ്ങനെ തിരുത്തിക്കാൻ പറ്റും? അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ എഴുതി ഫയലിൽ വിടലല്ല. ഫയലിലൂടെ അവരെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ എങ്ങനെ തിരുത്തി ശരിയിലേക്ക്, ഇന്ത്യൻ ഭരണഘടനയ്ക്കും രാജ്യത്തെ നിയമങ്ങൾക്കും സർവീസ് ചട്ടങ്ങൾക്കും രാജ്യത്തെ പൊതു താല്പര്യത്തിനനുസരിച്ച് അവരെ കൊണ്ടുവരുന്നതിനാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ട്രെയിനിങ് എന്നത് നിങ്ങളെ സമൂഹം ഇത്രയും ചെലവിൽ പോറ്റുന്നത്. ഇവിടെ എല്ലാവർക്കും ലാറ്റിൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. രാജ്യത്ത് സ്വച്ഛ ഭാരതൊക്കെ വന്നു, എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ജലജീവ മിഷൻ വരുന്നുണ്ട്, പക്ഷേ എന്നാലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ ആദിവാസികൾക്കും ദളിത് ആളുകൾക്കും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും ആവശ്യമായ സ്വത്തും ഭൂമിയും തൊഴിലും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ദരിദ്ര രാജ്യമായി ഇപ്പോഴും വികസ്വര രാജ്യമായി നിൽക്കുന്നേ ഉള്ളൂ. 140 കോടി ആളുകളും വികസ്വര രാജ്യത്ത് നിൽക്കുന്ന, വികസിതമാകാൻ കൊതിക്കുന്ന രാജ്യമാണ്. നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിനൊക്കെ വലിയ പണം വേണം. ഈ പണമെല്ലാം ഇരിക്കുമ്പോഴാണ് 25-30 വയസ്സിനകത്ത് ജോലിക്ക് കയറിയാൽ 60 വയസ്സ് വരെ സുഖസമൃദ്ധമാണ് നിങ്ങളുടെ ജീവിതം. കളക്ടറായാൽ ക്യാമ്പുണ്ട്, സീനിയർ ഓഫീസർമാർ, IPS കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഓഫീസർമാരുടെയും താഴെയുള്ളവരുടെയും സംവിധാനമുണ്ട്, അധികാരമുണ്ട്. പിന്നെ നന്നായി ജീവിക്കുന്ന IAS അങ്ങനെ ജീവിക്കും. കാര്യം സ്വന്തമായി സർക്കാരിൻ്റെ വാഹനം ടൂർ പോയാൽ, കുടുംബം കൊണ്ട് ടൂർ പോയാൽ സർക്കാർ വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പൈസ അടയ്ക്കുന്ന IAS എനിക്കറിയാം. സർക്കാരിൻ്റെ റേറ്റിൽ പൈസ അടയ്ക്കുക. അപ്പോൾ കന്യാകുമാരിയിലൊക്കെ ടൂർ പോകും. അപ്പോൾ സർക്കാർ റേറ്റ് എത്രയാണോ അത് അങ്ങോട്ട് അടപ്പിക്കും, ഡ്രൈവറെ കൊണ്ട് അടപ്പിക്കും. എന്നാൽ വീട്ടിൽ മീൻ വാങ്ങിക്കാനും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ബ്യൂട്ടി പാർലറിൽ പോകാനും വണ്ടി ഉപയോഗിക്കുന്നവരും ഉണ്ട്. രണ്ടുമുണ്ട് ഇവിടെ. നമ്മൾ കാണുകയാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അത് സിവിൽ സർവീസ് മാത്രമല്ല, താഴോട്ടുള്ളതും അതൊക്കെ നമ്മൾ കാണുകയാണ്. അഴിമതിക്ക് നന്നായി കൂട്ടുനിൽക്കുന്നവരെ കാണുകയാണ്. ജയിലിൽ പോയി IAS ഈ ചക്കളത്തിൽ പോരാട്ടം നടത്തുന്നവരുണ്ട്.
അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന ഒരു IAS ഇപ്പോഴത്തെ പൊളിറ്റിക്സിലൊക്കെ പോയി നമുക്ക് വേറെ തർക്ക വിഷയമൊക്കെ ഉണ്ടായിരിക്കും, അദ്ദേഹത്തെ രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് നമുക്ക് തർക്കമൊക്കെ ഉണ്ട്. പക്ഷേ ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഡൽഹിയിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള IAS ആയിരുന്നപ്പോഴും ഡൽഹി മുനിസിപ്പൽ ഡെവലപ്മെന്റ് കമ്മീഷൻ ആയിരുന്നപ്പോഴും ഇന്ന് കാണുന്ന ഡൽഹി ഉണ്ടായതിന് അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതേ അവിടെ പോയി അവിടുത്തെ ഇന്ദ്രപ്രസ്ഥത്തിലെ പാദുഷാമാരുടെ പിന്നെ ചെരുപ്പിന്റെ വാറഴിക്കുന്ന പണിയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഡൽഹി നമുക്ക് വരത്തില്ലായിരുന്നു. അദ്ദേഹം ഡെയറിംഗ് ആയിട്ട് അവിടെ പൊളിറ്റിക്കൽ നേതാക്കളുടെ പിന്തുണ കാണും, ചിലപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ആളുകളുടെ ഒരു പിന്തുണ, ഒരു നല്ല വിഭാഗത്തിന്റെ പിന്തുണ കാണും, ഇടിച്ചോളൂ, അതൊക്കെ കാണും, അറിയാൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ കാണും, കോടതിയുടെ പിന്തുണ കാണും. പക്ഷേ ഇടിച്ചു നിരത്തി. ആദ്യം ഇടിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് HKL ഭഗത്തിന്റെ ബിൽഡിംഗ് ആണെന്ന് അദ്ദേഹം പലപ്പോഴും ചാനലുകളിൽ പറയാറുണ്ട് ആവേശത്തോടെ. അതുകൊണ്ടാണ് നമുക്കൊരു ന്യൂ ഡൽഹി കിട്ടിയത്. തിരുവനന്തപുരത്ത് മണക്കാടും കമലേശ്വരത്തിനിടയ്ക്കുള്ള കമലേശ്വര സ്കൂളിന്റെ അടുത്തുള്ള മണക്കാട് വഴി പോകുന്ന കുറേ ദൂരമുണ്ട്, റോഡുണ്ട്. അതിന് വീതി കൂടിയത് കളക്ടറെ പേര് ഞാൻ മറന്നു. ഇവിടെ വന്നിരുന്നപ്പോൾ വെള്ളിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ്, പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ഓർഡർ ഇടുന്നു. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പോലും ഇല്ല. തന്റെ പരിമിതമായ അധികാരം ഉപയോഗിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ഓർഡർ ഇടുന്നു, രാത്രി ഇടിച്ച് നിരത്തുന്നു. അവരോട് നോട്ടീസ് കൊടുത്താൽ അവർ മാറത്തില്ല. പിന്നെ പിറ്റേ സെക്കൻഡ് സാറ്റർഡേ ആണ്, സൺഡേ ആണ്, കോടതി പോകാൻ പറ്റുന്നില്ല, കോടതി അവധിയുള്ള കാലമാണ്. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ആ റോഡ് റെഡിയാക്കി. ഞാൻ അങ്ങനെ ഇടിച്ച് നിരത്തണമെന്നല്ല പറഞ്ഞത്, പക്ഷെ അനധികൃത കെട്ടിടം മാറ്റിയല്ലേ പറ്റുള്ളൂ. പുതിയ വിഷനുള്ള ഒരുപാട് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീ SM വിജയാനന്ദ സ്ഥാനപ്പുള്ള ആളുകളുണ്ട് ഇവിടെ, ചീഫ് സെക്രട്ടറി ആയിരുന്നു. എത്ര മാന്യമായിട്ടാണ് സർവീസിൽ നിന്ന് പ്രവർത്തിക്കുക. ഇപ്പോഴും എത്ര അക്കാഡമിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വികേന്ദ്രീകരണത്തിന് വേണ്ടിയും പ്രാദേശിക വികസനത്തിന് വേണ്ടിയും രാപകലില്ലാതെ പണിയെടുത്ത വ്യക്തിത്വമല്ലേ SM വിജയാനന്ദ സാറ്. KJMR സ്ഥാനപ്പുള്ള ആളുകൾ, മലയാള സർവകലാശാല VC ആയി. ഇപ്പോൾ അദ്ദേഹം സർക്കാർ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗിക്കുന്നു, അദ്ദേഹം ആ സേവനം എൻജോയ് ചെയ്ത് പോകുന്നു. പല ആക്ഷേപങ്ങളും ഉണ്ട്, പ്രായത്തിലേക്കായിട്ട് മാറിക്കൊടുക്കണ്ടേ എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹം ജോലി ചെയ്തു പോകുന്നു. പോട്ടെ, അതൊരു അദ്ദേഹത്തിന്റെ ജോലിയല്ലേ. എത്ര ആളുകൾ, TK ജോസ് കുടുംബശ്രീ, ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം. ശ്രീ TK ജോസ് IAS കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത്. ജലനിധി ശരിയോ തെറ്റോ, പക്ഷെ അതൊരു വിഷൻ, പുതിയ പ്രോജക്റ്റ്. തെരിയും തെറ്റും അതിന്റെ ഗുണദോഷമൊക്കെ നമുക്ക് പിന്നെ അറിയാം. പക്ഷെ ഒരു പുതിയ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ വർക്കൊക്കെ തുടങ്ങുന്നു. ഒരുപാട് നല്ല പദ്ധതികൾ ഈ രാജ്യത്ത് വിഭാവനം ചെയ്തു. പോവർട്ടി, നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ 2 കൈയും കൊണ്ട് ഭിക്ഷ യാചിച്ചിരുന്ന നെഹ്റു ഉണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ. ഒരു അമേരിക്ക പോലെ രാജ്യങ്ങൾ പറഞ്ഞത് അവരെ സഹായിക്കരുത്. അന്ന് സോവിയറ്റ് റഷ്യയാണ് കുറച്ചെങ്കിലും നമ്മെ സഹായിക്കുകയും നമുക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ചെയ്യുന്ന റഷ്യ മാത്രം. ഇന്ന് സോവിയറ്റ് റഷ്യ ഇല്ല. നമ്മൾ വലിയ ചേരിചേരാ നയം, ലോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എല്ലാം കൊണ്ടുവന്ന് ലോകത്തിന്റെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. പിന്നെ ഈ ദരിദ്ര രാജ്യത്തെ സമ്പന്ന രാജ്യമാക്കി. സമ്പന്നം എന്ന് പറഞ്ഞാൽ പണത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ മുന്നോട്ട് പോയി, റോക്കറ്റ് സയൻസ് നമ്മൾ ഒരുപാട് പോയി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു, പഞ്ചവത്സര പദ്ധതിയിൽ കൊണ്ടുവന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി. ഇതൊക്കെ നടപ്പിലാക്കിയത് രാഷ്ട്രീയ നേതൃത്വം കൊണ്ട് മാത്രമാണോ? അല്ല. ഒരുപാട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ IASകാരുടെയും കൂടെ നിൽക്കുന്നവരുടെയും ഉറക്കമൊഴിയലാണ് ഇന്ത്യ. അത് യുവ IASകാരും സീനിയർ IASകാരും ദയവായി മനസ്സിലാക്കണം. ഞാൻ ചില പേരുകളല്ലേ പറഞ്ഞോളൂ. വിജയൻ സാറ്, ജയകുമാർ സാറ്, അൽഫോൺസ് കണ്ണന്താനം സാറ്, ഇങ്ങനെ ചില പേരുകളല്ലേ ഞാൻ പറഞ്ഞോളൂ. TK ജോസ് സാറ്, ഇനി എത്ര പേര് ചെറുപ്പക്കാർ. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും PR വർക്കിന് വേണ്ടിയും സെൽഫി എടുക്കാനും പിന്നെ കുഞ്ഞു കുഞ്ഞു ഗിമ്മിക് പരിപാടികളുമൊക്കെ നടത്തിക്കൊള്ളൂ. അതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ചെറുപ്പക്കാരൻ നടത്തിയാലും മുതിർന്നവർ നടത്തിയാലും, ഞാൻ പ്രായം ഇല്ലാതെ പറയുകയാണ്, സീനിയർ നടത്തിയാലും നിങ്ങളിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട IPSകാരെ, IASകാരെ, പ്രിയപ്പെട്ട ഇന്ത്യൻ സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവരെ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, എനിക്കൊരു കാര്യം പറയാറുണ്ട്. IASകാർ തമ്മിലാണ് ഇപ്പോൾ ഈ പോരും നടക്കുന്നത്. മറ്റൊരു IPSകാരൻ എനിക്ക് കൂടി വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഞാനും സെൻട്രൽ ഫോർ എക്സൈസ് സ്റ്റഡീസ് ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ADGP ശ്രീ അജിത് കുമാർ ഒരു വിവാദ പുരുഷനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കോടതി തീരുമാനിക്കട്ടെ, അല്ലെ കേസ് തീരുമാനിക്കട്ടെ, ഉണ്ടെങ്കിൽ, അതുപോലെ ഇപ്പം ഈ കാണിക്കുന്ന ഈ ചക്കളത്തിൽ പോരാട്ടം നടത്തുന്ന സീനിയർ ജൂനിയർ ഓഫീസർമാരുടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ സ്വയം ആലോചിക്കുക, സ്വയം ചിന്തിക്കുക. ഒരു വിരൽ അവർ സമൂഹത്തിലേക്ക് ചുണ്ടുമ്പോൾ, ഒരു വിരൽ അവർ കമ്പ്യൂട്ടറിലെ കീബോർഡിലോ മൊബൈലിലോ അമർത്തുമ്പോൾ, വാട്സപ്പിൽ അമർത്തുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ അമർത്തുമ്പോൾ, ഫേസ്ബുക്കിൽ അമർത്തുമ്പോൾ, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു വിരൽ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൂടി ചോദിക്കുക, നിങ്ങളുടെ ക്യാരക്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? വരുന്ന ആസ്പിരൻസിനോട് എനിക്ക്, IAS IPS ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അക്കാഡമിക് തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളെന്നുള്ളതിൽ പറയാനുള്ളത്,
നന്നായി പഠിക്കുകയും നല്ല നോളജ് നേടുകയും ചെയ്താൽ മാത്രമാണ് സിവിൽ സർവീസിലേക്ക് എത്താൻ പറ്റുക. പക്ഷെ സിവിൽ സർവീസിൽ എൻ്റർ ചെയ്യാൻ നല്ല നോളജ് മാത്രം മതി. ഇന്ത്യയിലെ ഒരു UPSC പരീക്ഷ 2 പരീക്ഷ പാസ്സായാൽ മതി. ഡെറാഡൂണിൽ പോയി ഒരു ട്രെയിനിങ് എടുത്താൽ മതി. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടറായിട്ടും പിന്നെ എന്താണ് പോലീസിൻ്റെ സൂപ്രണ്ടായിട്ടും DSP ആയിട്ടും പല രൂപത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. IRS, IFS പല പോസ്റ്റുകൾ നിങ്ങൾക്ക് സീനിയർ പോസ്റ്റ് തന്നെ കിട്ടും. ഒരു തർക്കമില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും. സമൂഹം നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു ദിവസം ഉണ്ടല്ലോ. മാന്യമായി ഇറങ്ങിപ്പോകണമെങ്കിൽ നല്ല സ്വഭാവം കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ കരിയർ മാത്രം ഉണ്ടായാൽ പോരാ. അക്കാഡമിക് നോളജിനോടൊപ്പം തന്നെ ഗുഡ് ക്യാരക്ടർ കൂടി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡെറാഡൂണിൽ ഡോക്ടർ B. അശോകൊക്കെ ഡെറാഡൂണിൽ ഇരുന്നിട്ടുള്ള സാറൊക്കെയാണ്. അദ്ദേഹത്തിന് ഇനി അവിടെ ബന്ധങ്ങൾ കാണും. അവരെപ്പോലുള്ള ആളുകൾ ദയവായി അവിടെ ഈ ക്യാരക്ടർ, ഈ പറയുന്ന ഗുഡ് ക്യാരക്ടർ, ഗുഡ് ഗവേണൻസിനോടൊപ്പം തന്നെ ഗുഡ് ക്യാരക്ടർ, ഗുഡ് ആറ്റിറ്റ്യൂഡ് കേവല അച്ചടക്കത്തിൽ നിന്നാണോ തീരുന്നതാണ് വിഷയം. ശ്രീ N. പ്രശാന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ശ്രീ ഗോപാലകൃഷ്ണൻ IAS തെറ്റ് ചെയ്തിട്ടുണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് തെറ്റാണോ? അദ്ദേഹം ഫേസ്ബുക്കിൽ ഡോക്ടർ ജയ്തിലക്കെതിരെ ഇട്ടത് ശരിയാണോ? അതൊക്കെ സാങ്കേതികത്വമാണ്. അതിലുപരിയായി ഗൗരവമായി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറുന്നവർ, അത് ഞാൻ പറയുന്ന IAS മുതൽ പിയൂണ് വരെ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതാണല്ലോ, എല്ലാം ചേർന്നാണല്ലോ. IAS മാത്രമല്ല, ഇന്ത്യൻ ഭരണ സർവീസിൽ കയറുന്ന എല്ലാവരും തീർച്ചയായും PSCകൾ വഴി, KPSCകൾ വഴി, UPSCകൾ വഴിയൊക്കെ ജോലിയിൽ കയറുന്നു. കയറാൻ നോളജ് മതി, പക്ഷെ ഇറങ്ങാൻ നല്ല സ്വഭാവം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ചക്കളത്തി പോരാട്ടമൊക്കെ മതിയാക്കി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസായി തന്നെ നിങ്ങൾ തുടരണം. ഇന്ത്യൻ അഹങ്കാര സർവീസുമാകരുത്. ശ്രീ അൽഫോൺസ് കണ്ണന്താനമൊക്കെ പറയുന്ന പോലെ അടുക്കള സർവീസുമാകരുത്. നട്ടൽ ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിൽ, ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളെ സംരക്ഷിക്കുന്നതിൽ അതിൽ നിങ്ങൾ ഒരു താലിസ്മാൻ കൂടി എടുത്തോളൂ. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാത്മജി പറഞ്ഞൊരു താലിസ്മാൻ ഉണ്ട്. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, നിങ്ങൾ ഓരോ ഫയലിലും തീരുമാനമെടുക്കുമ്പോൾ ആ രാജ്യത്തെ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും വലിയ ദരിദ്രനെ കാണണം. ആ ദരിദ്രനെ കണ്ട് അവൻ എൻ്റെ തീരുമാനം എങ്ങനെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. ആ താലിസ്മാൻ കൂടി നിങ്ങൾ ഓർക്കണം. പിന്നെ സിവിൽ സർവീസിൽ ഞാൻ ഇന്ന് കാണുന്നത് ഒരു മധ്യവർഗ, സാമ്പത്തികമായി അല്ല, ജാതിയല്ല പറയുന്നത്, ഒരു മധ്യവർഗത്തിൽപ്പെട്ട സാമ്പത്തികമായി നിൽക്കുന്നവരിൽ മുകളിലുള്ളവരാണ് പലപ്പോഴും വരുന്നത്. ദരിദ്രൻ്റെ ദുഃഖമോ പട്ടിണിപ്പാവങ്ങളുടെ ദുഃഖമോ ഒന്നും അവർക്ക് നേരിട്ട് മനസ്സിലാകില്ല. അതുകൊണ്ട് എനിക്ക് സർക്കാരുകളോട് പറയുവാനുള്ളത്, ഇവരുടെ ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് പരമാവധി ഫീൽഡിലാക്കുക. കഴിയുമെങ്കിൽ ആദിവാസി കോളനികൾ, പട്ടികജാതി പട്ടിക കോളനികൾ, സാധാരണ ജനങ്ങളുടെ ജീവിതം, ഫീൽഡ് വർക്ക്, പ്രാക്ടിക്കലും കൂടി ആക്കണം. അത് വേറൊന്നിനുമല്ല, ആരെയും ഉപദ്രവിക്കാനോ കുറ്റപ്പെടുത്താനല്ല. എന്താണ് യഥാർത്ഥ മനുഷ്യ ജീവിതം? തെരുവിൽ കിടന്നുറങ്ങുന്നവൻ്റെ, കാശില്ലാത്തവൻ്റെ, സ്വന്തമായി പാർപ്പിടമില്ലാത്തവൻ്റെ, കക്കൂസില്ലാത്തവൻ്റെ, ശുചിമുറികളില്ലാത്തവൻ്റെ ഒരു ഇന്ത്യയാണിത്. ആ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ, എല്ലാ സുഖ സൗകര്യങ്ങളും സമൂഹം നമുക്ക് തരുമ്പോൾ, മിനിമം സ്റ്റാൻഡേർഡ് അത് പ്രവൃത്തിയിൽ, ഫയലിൽ, വാക്കിൽ, നോട്ടത്തിൽ, എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു വാക്ക് ലാസ്റ്റിൽ പറഞ്ഞു നിർത്തട്ടെ. ശ്രീ SM വിജയാനന്ദ അവർകൾ IAS അവർകൾ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ, അദ്ദേഹം പണ്ട് ആദിവാസികളുടെ പ്രദേശത്ത് അട്ടപ്പാടിയിൽ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു. ഇത് സിവിൽ സർവീസ് കിട്ടുന്നതിന് മുമ്പ്, അതോ കിട്ടിയതിന് ശേഷം ഏതോ സമയത്ത് അതെനിക്കറിയില്ല. അപ്പോൾ അവിടെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ആദിവാസികൾ വിളിച്ചാലും ഫോൺ എടുക്കും. ഞാനിത് രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ പറയുക. എനിക്കെല്ലാവരും വ്യക്തിപരമായി അവരോട് ആരോടും ഒരു അമിത താല്പര്യമില്ല, എതിർപ്പില്ല. എല്ലാവരും എനിക്ക് തുല്യമാണ്. എൻ്റെ ജാതി തിരക്കിയ സീനിയർ IASകാരനുണ്ട്. അദ്ദേഹത്തോടും എനിക്ക് സന്തോഷമാണല്ലോ. ഞാൻ സാന്ദർഭമായി പറയുന്നു, ഇവനാരുടെ ചെറിയ ഈ പ്രായത്തിൽ ഡയറക്ടറായത്, ഇവൻ ഏത് ജാതി, എന്താണ് ഇവൻ്റെ ജാതി എന്ന് വരെ റിസർവേഷനിലൂടെ ആണോ എന്ന് തിരക്കിയ സീനിയർ IASകാരൻ്റെ കൂടെയും ഞാൻ ജോലി ചെയ്തിരുന്നു. ആരെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുമുണ്ട്. ആദിവാസിക്കുൾപ്പെടെ, ദളിതരുൾപ്പെടെ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ അവരുടെ ദുഃഖം കേൾക്കുന്ന IASകാരിവിടെ ഉണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും PR വർക്ക് ചെയ്ത് ഡാൻസ് കളിച്ച് സമയം കളയുന്ന, സെൽഫി എടുത്ത് സമയം കളയുന്നവരുമുണ്ട്. സോറി ടു സേ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ അഹങ്കാര സർവീസുമല്ല,
ഇന്ത്യൻ അടിമ സർവീസുമല്ല, ഇന്ത്യൻ അടുക്കള സർവീസുമല്ല, അത് ഇന്ത്യയിലെ അശരണരുടെ സർവീസാണ്. ദരിദ്രരുടെ, പാവപ്പെട്ടവരുടെ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ സമ്പന്നമാക്കാനുള്ള ഒരു വലിയ സ്വപ്ന ഭാരതത്തിൻ്റെ നായകരാണ് നിങ്ങൾ. എപ്പോഴും അത് ഓർക്കുക. ഈ പരിപാടികളൊക്കെ നമുക്ക് മതിയാക്കാം.